പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിശ്ചയോട് റീച്ച് ആയ എനിക്കങ്ങനെ പെൺകുട്ടി ആൺകുട്ടി അങ്ങനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഉണ്ടാകുന്ന വെച്ച് ഇങ്ങനെ കുറച്ച് വൈബ്രന്റ് ആയിട്ട് ഓടിച്ചാടി ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെ പോലെ കുറുമ്പൊക്കെ വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കും. അതിനപ്പുറമായി ലേബർ റൂമിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലേബർ റൂമിൽ കയറി ലൈവായിട്ട് എല്ലാം കണ്ടതാണ്. അതൊരു ഫീലിംഗ് ആണ്. ആ സമയത്ത് കരകി പോയി. ഇവിടെ മെത്തിക്കാണ് കൊച്ചിനെ എടുത്തിട്ടത്. അതൊരു ആ ഒരു ഫീലിംഗ്, അത് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, അത് ശരിക്കും വലിയൊരു കാര്യമാണ്. ശരിക്കും ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ലൈക്ക് എന്റെ ലൈഫില് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വലിയൊരു ഒരു ബോംബ് വന്ന് വീഴുന്ന പോലത്തെ ഒരു അനുഭവം ജീവിതത്തിൽ വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഉണ്ടായിട്ട് അതിന് എങ്ങനെ റിക്കവർ ആയിട്ട് വരുമെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത ആ മൂമെന്റിൽ ഞാൻ അങ്ങനെ സ്റ്റക്കായിട്ട് എനിക്കൊരു മിനിറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയില് ശരിക്കും ബ്ലസ് ചെയ്ത് ഗോഡ് ഹെവനിൽ ഇങ്ങനെ തന്ന പോലെ ഫുൾ ലൈഫിന്റെ ഒരു ഫുൾ മൂഡ് പെട്ടെന്ന് മാറിപ്പോയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിട്ടിയപ്പോ സാധാരണ എല്ലാരും പറയും പ്രഗ്നൻസി ഡെലിവറി ഭയങ്കര പെയിൻഫുൾ ആണ്, ഭയങ്കര പക്ഷെ ഞങ്ങള് ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പൊ എന്റെ ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പൊ ബേബി വരും പറഞ്ഞു. ഞങ്ങൾ രണ്ടും ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ബേബി പുറത്ത് വരും പറഞ്ഞു. ഞങ്ങൾ രണ്ടും മുഖത്തോട്ട് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഞങ്ങള് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി നടക്കാന്ന് വിചാരിച്ചത്. പെട്ടെന്നായിരുന്നു. അപ്പൊ തന്നെ ഡോക്ടർ വരുന്നു, ബേബി പുറത്ത് വരുന്നു, ബേബിനെ ഇങ്ങനെ എഴുതും. അപ്പൊ ഞങ്ങൾ ചിരിച്ചോണ്ടിരിക്കുക ആക്ച്വലി. അപ്പൊ കൊച്ചിനെ എടുത്ത് ദേഹത്തോട്ട് ഇട്ടു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്തിനാ ഇപ്പൊ കരയുന്നത് ഞങ്ങളോട് ചോദിച്ചു. പക്ഷെ ഞങ്ങള് ഭയങ്കരമായിട്ട് കരഞ്ഞു. അവനെ കണ്ട മൂമെന്റ് ആദ്യം കരങ്ങില്ല, എന്നിട്ടാണ് കരഞ്ഞെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ആണല്ലോ അതില് ആള് ഹാപ്പി ആയിട്ട്. ഈ ഫുൾ ഞങ്ങളുടെ ഈ വീടിന്റെ ഫുൾ അറ്റ്മോസ്ഫിയർ മാറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങള് സാധാരണ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഫുൾ അറ്റ്മോസ്ഫിയർ മാറും. ഞങ്ങൾക്കെന്നല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പൊ ടെൻഷൻ. എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ എന്റെ ബ്രദറിന്റെ ആ ഒരു സ്പേസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന അവനത് കവർ ചെയ്തു എന്നുള്ളൊരു എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ ഒരു അവൻ വന്നു കഴിഞ്ഞാൽ എന്റെ പാരന്റ്സ് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെല്ലാവരും ഞാൻ ആക്ച്വലി എന്റെ ഫ്രണ്ട്സിനോടും എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്സിനോടും എന്റെ ഫാമിലിയുള്ള എല്ലാവരോടും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് റിവീൽ ചെയ്യുമ്പോൾ എല്ലാവരും ഫസ്റ്റ് കരയുക ചെയ്തത്. എന്നിട്ട് അവന്റെ ഫ്രണ്ട്സ് ഇത് അവനായിരിക്കും അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഭയങ്കരമായിട്ട് ആ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. ലുക്ക് ജോൺ ബേബി ഞങ്ങളുടെ വാവ, ഫസ്റ്റ് വാവ. വാവ എന്ന് പറയുമ്പോ ഞാൻ കുറെ കുട്ടികളെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ കണക്ഷനാണ് ലുക്കായിട്ട്. കാരണം അവന്റെ ഒരു അഞ്ജലി ചേച്ചിയുടെ ഉദരത്തില് ലുക്ക് ഉണ്ടായ മുതല് മനുഷ്യാന്റെ ചേച്ചി എടുക്കുന്ന ഓരോരോ എഫേർട്ട്, ഓരോ ദിവസം ഓരോ സെക്കൻഡ് അവരെടുക്കുന്ന എഫേർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ പ്രഗ്നന്റ് ടൈമില് ഞാൻ കൊച്ചിനെ കണ്ടപ്പോ എന്താ പറയാ കരച്ചില് സന്തോഷം ഒരുമിച്ച് വന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു ബേബി. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയാണ് ലുക്ക് ജോൺ ബേബി. ഞങ്ങളുടെ ലുക്ക് ബാവ, ലുക്ക് അച്ഛൻ,
എന്താ പറയാ, ഞാൻ ആദ്യം എടുക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ലുക്കിൽ എടുക്കാൻ. ഞാൻ കുറെ നാൾ എടുത്തിട്ടില്ല, കാരണം എടുത്തു കഴിഞ്ഞാൽ എന്റെ തല എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ പിന്നെ പിന്നെ എടുത്ത് ഇപ്പൊ എനിക്ക് എടുക്കാണ്ട് പറ്റില്ല. എനിക്കൊരു ദിവസം അവരെ കാണാണ്ട് പറ്റില്ല, അവരെ എടുക്കാണ്ട് പറ്റില്ലാത്തൊരവസ്ഥയാണ്. അത്രയും ഞങ്ങൾ തമ്മിൽ കണക്ഷനാണ്. അങ്ങനെ പാട്ട് പാടി കൊടുത്തു ഒക്കെ. അവൻ ഇമോഷണലി അവന്റെ ഹാപ്പി ഒക്കെ എനിക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും അവന് ഇതേ ഹാപ്പിനെസ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ബേബിയാണ് ലുക്ക്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം. വെളിയിൽ ഞാൻ പിരിഞ്ഞു പോകേണ്ട ഒരു ടൈമും അടുക്കാണ്. അപ്പൊ അത് വേറൊരു ഇമോഷണൽ സ്റ്റേജ് ആണ്. കൂടുതൽ അടുക്കാൻ തോറും കൂടുതൽ അകലാനുള്ളൊരു ഇതും കൂടെ വരികയാണ് സൈഡിൽ കൂടെ. എന്നാലും അതിന്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ് വേറെ ഉണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോൺ മാമോദീസ മുക്കപ്പെടുന്നു. ആമേൻ. ഭയങ്കര ഹാപ്പി. ദിവസം ഒക്കെ ഹാപ്പിയാണ്, ദിവസവും ഹാപ്പിയാണ്, ഇനിയും ഹാപ്പി ആയി. നമ്മുടെ ബേബിയുടെ ബാപ്റ്റിസം സെലിബ്രേറ്റ് നമ്മൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് മാമോദീസ. ഇന്ന് ജോൺ എന്ന മാമോദീസ നാമത്തിൽ ക്രിസ്ത്യാനി സഭയുടെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുഞ്ഞു ലോക്ക്.